അപ്പോൾ നമ്മൾ ഫോക്കസ് നമ്പർ 5 കടക്കുകയാണ്. അസിം മുനീർ ആർക്കൊപ്പമാണ്? ട്രംപിനൊപ്പമാണോ പാകിസ്ഥാനൊപ്പമാണോ? ഗാസയിലേക്ക് പാക് സൈന്യത്തെ അയക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രേരണ പാക് പ്രതിരോധ മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ തള്ളിവിട്ടിരിക്കുന്നത്. ഒരു വശത്ത് ട്രംപിനെ ചൊടിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അസിം മുനീറിനെ സംബന്ധിച്ചുണ്ട്. മറുവശത്ത് പാക് ജനതയെ പ്രകോപിപ്പിക്കാനും പാടില്ല എന്നതാണ് അവസ്ഥ. ഏതാണ്ട് ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയാണ് അസിം മുനീറിന് ഇപ്പോഴെന്ന് പറയാം. ഗസയിലേക്ക് സൈന്യത്തെ അയച്ചാൽ പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രതിഷേധത്തിന് അത് ഇടവയ്ക്കും. ഈ ആവശ്യം നിരാകരിക്കുകയാണെങ്കിൽ അത് ട്രംപിനെ ചൊടിപ്പിക്കും. ട്രംപിന് മസ്കിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും നിർത്തുന്നതിന് പുനരാലോചന വേണ്ടിവരാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെ പ്രകോപിപ്പിച്ചാൽ പിടിച്ചു നിൽക്കാനാകില്ല എന്നത് അസിം മുനീറിന് അറിയാം. ഇത് കാരണം അസിം മുനീർ ആർക്കൊപ്പം നിൽക്കും എന്നത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. വലിയ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അസിം മുനീറിനെ സംബന്ധിച്ചുള്ളത്. ഹമാസിനെ തളയ്ക്കാനാണ് മുസ്ലിം രാജ്യങ്ങളിലെ സേനയെ ഗാസയിലേക്ക് അയക്കാൻ അമേരിക്ക നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നു. ഗാസ സമാധാന കരാറിൽ ഏറ്റവും കൂടുതൽ ആശങ്കകൾ നിലനിൽക്കുന്ന ഘട്ടമാണ് 2ഉം 3ഉം ഘട്ടങ്ങൾ. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുകയും മേഖലയിൽ പുതിയൊരു ഭരണകൂടത്തിനെ സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഹമാസ് ഇതുവരെ ഈ വ്യവസ്ഥകളൊന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. ഈ കരാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഏടാണ് ഈ നിരായുധീകരണവും ഒപ്പം തന്നെ ഗാസ പുനർനിർമ്മാണം എന്നതും. അപ്പോൾ ആ സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത്. വെടിനിർത്തൽ നിലവിൽ വന്ന് 2 മാസം പിന്നിടുന്നുണ്ട്. പക്ഷേ സംഘർഷം പൂർണ്ണതോതിൽ ഒഴിവാക്കാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഗാസയിലെ യാഥാർത്ഥ്യം. അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്. ഗാസയിൽ എത്രയും വേഗം ഒരു അന്താരാഷ്ട്ര സമാധാന സേനയെ വിന്യസിക്കുകയാണ് ഇതിനുള്ള പോംവഴി എന്നതാണ് ട്രംപ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അവസരത്തിലാണ് മുസ്ലിം രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹമാസിനെ വരുതിയിൽ വരുത്തുന്നതിനുള്ള പുതിയ തന്ത്രം US ആവിഷ്കരിച്ചിരിക്കുന്നത്. ട്രംപ് അതനുസരിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അപ്പോൾ ട്രംപ് ലക്ഷ്യമിട്ടിരിക്കുന്ന രാഷ്ട്രങ്ങൾ ഇന്തോനേഷ്യ, പാകിസ്ഥാൻ എന്നിവയാണ്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുർക്കി മറ്റുമൊക്കെ വലിയ ഇടപെടലുകൾ നടത്തിയിരുന്നു. അറബ് രാഷ്ട്രങ്ങളൊക്കെ ഈ സമാധാന കരാറിലേക്ക് എത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ട്രംപ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ഇന്തോനേഷ്യയും പാകിസ്ഥാനെയുമാണ്. ട്രംപ് ഇതിനായി ഇരു രാഷ്ട്രങ്ങളെയും സമീപിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ട്രംപ് മുന്നോട്ട് വെച്ച 20 കരാർ അത് യാഥാർത്ഥ്യമാക്കേണ്ടത് മറ്റാരെക്കാളും ട്രംപിന്റെ ആവശ്യമെന്ന് വരുന്നിടത്താണ് ട്രംപ് തന്നെ ഇറങ്ങി കളിക്കുന്നത്. അതിനാൽ നമുക്കൊരാവശ്യം വന്നാൽ നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിനോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രംപിനൊരാവശ്യം വരുമ്പോൾ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് തന്നെ ചോദിക്കുന്നു. പാകിസ്ഥാനോട് ഈ ആവശ്യം ഓൾറെഡി ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അസിം മുനീർ ട്രംപിന്റെ അടുത്ത ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ അസിം മുനീറിലാണ് ട്രംപിന്റെ പ്രതീക്ഷ. അടുത്തയാഴ്ച അസിം മുനീർ അമേരിക്കൻ സന്ദർശനം നടത്തും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസിം മുനീറിനോട് ട്രംപ് ഇക്കാര്യം ഔദ്യോഗികമായി നേരിട്ട് തന്നെ ആവശ്യപ്പെടും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ അവസരത്തിൽ ഗാസയിൽ പാകിസ്ഥാൻ സൈന്യത്തെ വിന്യസിക്കാനുള്ള കരാറിൽ ഒപ്പിടാനുള്ള സാഹചര്യമുണ്ട് എന്നതാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇതിൽ പ്രശ്നം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു എന്നതാണ്. വലിയ പ്രതിഷേധം പാകിസ്ഥാനിൽ ഉയരുന്നു. പാകിസ്ഥാനിലെ തീവ്ര മതവാദികൾ ഇതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു. മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന നേതാവെന്ന നിലയിൽ സ്വീകാര്യത ലഭിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെ സ്വീകാര്യത ഉണ്ടാക്കിയെടുത്തിരുന്ന വ്യക്തിയാണ് അസിം മുനീർ. ആ അസിം മുനീർ ഇത് ചതിയാണ് ഇപ്പോൾ ജനങ്ങളോട് ചെയ്യുന്നതെന്നതാണ് വ്യാപകമായി പാകിസ്ഥാനിൽ ഉയരുന്ന വികാരവും പ്രതിഷേധവും എന്നത്. പാകിസ്ഥാനിലെ തീവ്ര മതവാദികൾ ഹമാസിനെ നിരായുധീകരിക്കാൻ സ്വന്തം സൈന്യത്തെ വിട്ടുകൊടുക്കുന്നതിനെ വലിയ ശക്തമായ രീതിയിൽ തന്നെ എതിർക്കുകയാണ്. മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നേതാവെന്ന നിലയിൽ പേരുകേട്ട അസിം മുനീറിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുന്ന നീക്കങ്ങളും പ്രതിഷേധവുമാണ് പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ US നീക്കം അക്ഷരാർത്ഥത്തിൽ അസിം മുനീറിനെയാണ് ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. എന്താണ് ട്രംപ് അസിം മുനീർ ബന്ധം എന്നത് പരിശോധിച്ചാൽ വൈറ്റ് ഹൗസിൽ ട്രംപ് അസിം മുനീറിനെ വിളിച്ച് ഭക്ഷണം കഴിച്ചത് വലിയ ചർച്ചയായതാണ് ലോകത്താകമാനം, അല്ലേ? ഒരു സൈനിക നേതാവിനൊപ്പം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആ രീതിയിൽ ഭക്ഷണം കഴിച്ച കാഴ്ച എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ അത്ഭുതമായിരുന്നു.
മുതിർന്ന സിവിലിയൻ ഉദ്യോഗസ്ഥരില്ലാതെ ഒരു US പ്രസിഡന്റും പാകിസ്ഥാൻ സൈനിക മേധാവിയും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. ഈജിപ്തിലെ ഷറം അൽ ഷെയ്ഖ് സമാധാന ഉച്ചകോടിയിൽ പാക് പ്രധാനമന്ത്രിയെ വില കുറച്ച് കാണിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അസിം മുനീറിനെ പുകഴ്ത്തിയത് നമ്മൾ കണ്ടതാണ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനേക്കാൾ പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ഫീൽഡ് മാർഷലുമായ അസിം മുനീറിനെയാണ് ട്രംപ് അന്ന് പ്രാധാന്യത്തോടെ എടുത്തു കാട്ടിയത്. ഉച്ചകോടിയിൽ പങ്കെടുക്കാത്ത അസിം മുനീറിന് തന്നെക്കാൾ പ്രാധാന്യം നൽകിയ ട്രംപിന്റെ വാക്കുകൾ പാക് പ്രധാനമന്ത്രിയിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത ലോകം കണ്ടതാണ്. അങ്ങനെ എപ്പോഴും പുകഴ്ത്തലും ചേർത്ത് നിർത്തലും ഒക്കെ അസിം മുനീറിന്റെ കാര്യത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നും വലിയ യോദ്ധാവെന്നും ഒക്കെ വിളിച്ചാണ് ട്രംപ് പുകഴ്ത്തിയിട്ടുള്ളത് അസിം മുനീറിനെ. അടുത്ത് നടത്തുന്ന കൂടിക്കാഴ്ചയും പുകഴ്ത്തലും ഒക്കെ വലിയ വിവാദവും ആയിട്ടുണ്ട്. മറ്റൊന്ന്, അപൂർവ ഭൗമധാതുക്കൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനമായി നൽകിയ സൈനിക മേധാവിയുടെ ചിത്രങ്ങളായിരുന്നു. ഒരു സൂട്ട് കേസിൽ പാകിസ്ഥാന്റെ ധാതുക്കൾ കൊണ്ടുവന്ന് ട്രംപിന് മുന്നിൽ കാഴ്ചവെച്ച അസിം മുനീർ ആ രീതിയിൽ വലിയ വിമർശനം നേരിട്ടതാണ്. പാകിസ്ഥാൻ സെനറ്റിൽ തന്നെ ഐമൽ വലി ഖാൻ സൈനിക മേധാവിയുടെ പ്രവൃത്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് കണ്ടതാണ്. വിലയേറിയ കച്ചവട വസ്തുക്കൾ ഉപഭോക്താവിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന കച്ചവടക്കാരന്റെ മനോഭാവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് അസിം മുനീറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പാകിസ്ഥാനിൽ ഉൾപ്പെടെ ഉണ്ടായത്. അപ്പോൾ ട്രംപ് പല വിധത്തിൽ ചേർത്ത് നിർത്തുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് അസിം മുനീർ. ഇതാണ് അസിം മുനീർ ട്രംപ് ഇടപാടുകൾ. ആ അവസരത്തിൽ ട്രംപിന്റെ ആവശ്യത്തോട് മുനീർ എങ്ങനെ പ്രതികരിക്കും? ഇപ്പോൾ ട്രംപ് ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അതിനോട് അസിം മുനീർ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാനിലെ പ്രതിഷേധത്തിന്റെ പേരിൽ ട്രംപിന്റെ ആവശ്യം മുനീർ കണ്ണുമടച്ച് തള്ളില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇന്ത്യയുമായും അഫ്ഗാനിസ്ഥാനുമായും സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ US പിണക്കുന്നത് ബുദ്ധിയാകില്ല എന്നത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അസിം മുനീർ ചിന്തിക്കുന്നു എന്നുകൂടി അറിയുന്നു. പാകിസ്ഥാനിലെ പരമോന്നത നേതാവായി ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന മുനീറിന് ട്രംപിന്റെ സൗഹൃദം ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വഴങ്ങി ഗാസയിലേക്ക് പാക് സേനയെ അയക്കാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ അങ്ങനെ അയക്കുകയാണെങ്കിൽ അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബലൂജിലും ഒക്കെ ഉണ്ടാകുന്ന ഭീഷണികളെ വർദ്ധിപ്പിക്കും എന്ന ഒരു സാഹചര്യം ആഭ്യന്തരമായി അസിം മുനീറിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ചുരുക്കത്തിൽ എന്ത് ചെയ്താലും തിരിച്ചടി നേരിടേണ്ടി വരുന്ന ഒരു ത്രിശങ്കുവിലാണ് അസിം മുനീർ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് എന്നതാണ് നമുക്ക് അറിയാം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ അർഹിക്കാത്തതാണ് അസിം മുനീറിനെ തേടി എത്തിയിട്ടുള്ളത്. അസിം മുനീർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനയും മറ്റുമൊക്കെ അസിം മുനീറിന് ലഭിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. അതിന് പകരമായി ചിലത് ഇതുപോലെ ചെയ്തു കൊടുക്കേണ്ടി വരും എന്നതാണ് സാഹചര്യം. അതിനുവേണ്ടിയാണ് ആ കരാറും ബന്ധവും ഒക്കെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ട്രംപ് പറയുന്നത് കേൾക്കാനാകും അസിം മുനീർ തയ്യാറെടുക്കുക എന്നറിയുന്നു. എന്തായാലും അടുത്ത ആഴ്ചയായിരിക്കും സന്ദർശനം ഉണ്ടാകുക. എന്താകും സംഭവിക്കുന്നത് എന്നത് കാത്തിരുന്ന് കാണാം.